വയനാട് കേണിച്ചിറയിൽ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ നീക്കം തുടങ്ങി. RRT സംഘം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. പശുവിന്റെ ജഡവുമായി രാവിലെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ വയനാട് സൗത്ത് DFO ആയി അജിത് കെ രാമനെ നിയമിച്ച് ഉത്തരവിറക്കി. കേണിച്ചിറയിൽ 3 ദിവസത്തിനുള്ളിൽ കടുവ കൊന്നത് 4 പശുക്കളെ. ഈ സാഹചര്യത്തിലാണ് തോൽപ്പെട്ടി 17 എന്ന കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. ആരോഗ്യനില പരിശോധിച്ച ഉൾവനത്തിൽ തുറന്നുവിടാനാണ് നിർദ്ദേശം. DFO ഇൻചാർജ് P രഞ്ജിത്ത്, വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. RRT സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. കനത്ത മഴയും തിരച്ചിലിനെ ബാധിച്ചു. രാത്രി പെട്രോളിംഗ് തുടരും. നാളെ തിരച്ചിൽ പുനരാരംഭിക്കും. 3 ടീമായി തിരിഞ്ഞതിനെ കോമ്പ് ചെയ്ത് സ്പോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മഴ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്, തീവ്രമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത് മുഴുവൻ കാപ്പിത്തോട്ടമാണ്. അപ്പോൾ വിസിബിലിറ്റി ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഡാർക്കായി വരുന്നുണ്ട്. മാത്രമല്ല ഡാർക്കിൽ നമുക്ക് ഡാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മഴയുള്ളതുകൊണ്ട് ഡാർട്ട് ഗണ്ണ് നനഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കടുവ ഇന്നലെ മാത്രം കൊലപ്പെടുത്തിയത് 3 പശുക്കളെയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. പശുവിന്റെ ജഡവുമായി റോഡ് ഉപരോധിച്ചു. നഷ്ടപരിഹാര തുകയിൽ 30,000 രൂപ നാളെ നൽകാൻ ധാരണയായി. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. വയനാട് സൗത്ത് DFO ആയിരുന്ന ഷജ്ന കരീം കാസർഗോഡേക്ക് സ്ഥലം മാറിയ ഒഴിവിൽ നിയമനം നടന്നിരുന്നില്ല. റേഞ്ച് ഓഫീസർ വാളയാറിൽ ട്രെയിനിങ്ങിലും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അവധിയിലുമാണ്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനും സമയബന്ധിതമായ തീരുമാനമെടുക്കാനും ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ തയ്യാറാകാത്തതിലും പ്രതിഷേധമുയർന്നു. ഈ സാഹചര്യത്തിൽ വയനാട് സൗത്ത് DFO ആയി അജിത് കെ രാമനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. കടുവയെ മയക്കുവെടിവെക്കുന്നതിന്റെ ഭാഗമായി വയനാട് പൂതാടി പഞ്ചായത്തിലെ 2, 16, 19 വാർഡുകളിൽ 2 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്.